കാര്യം മെഡിറ്റേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ജപിക്കുക, വൈകുന്നേരം ഇരുന്ന് വിളക്ക് കത്തിച്ച് ജപിക്കുക എന്നുള്ളത്, അത് ആ ഒരു കാലം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കുറേ ഫാമിലിയിലില്ല, കുറച്ച് ഫാമിലിയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വളരെ കൂടുതലാണ്. ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഒന്നിച്ചിരുന്ന് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയാലും നമ്മുടെ ഉള്ളിലേക്ക്, ചിലപ്പോൾ എനിക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾക്ക് അതിലൊരു ക്ഷാമവും ഇല്ല. നമുക്ക് ഇഷ്ടംപോലെ ശ്ലോകങ്ങളും അതുപോലെ ഇഷ്ടംപോലെ ഇന്ന് യൂട്യൂബ് നോക്കിയാലും ഇഷ്ടംപോലെ മെഡിറ്റേഷൻ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അർത്ഥം അനുസരിച്ചിട്ട് ഇത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ 10 മിനിറ്റ്സ് പറ്റുവാണെങ്കിൽ നമുക്ക് ഭഗവത്ഗീത, ഇപ്പൊ നമ്മൾ അറിയാം ജപ്പാനിലും UK-യിലുള്ള കുട്ടികൾ വരെ ഇന്ന് ഭഗവത്ഗീതയാണ് പഠിച്ചു ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു ശ്ലോകം ഒരു ദിവസം അവരിലെ അതിന്റെ അർത്ഥം നമ്മൾക്കും നല്ലതാണ് അവർക്കും നല്ലതാണ്. ആ ഒരു ടൈമിങ് വെച്ചിട്ട് നമ്മൾ അവരോട് കൂടെ അത് ഇരുന്ന് സംസാരിച്ച് അത് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ 2 പാരന്റ്സും തമ്മിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുക, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക. വളരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. അത് നമുക്ക് അവരുടെ ലൈഫ് ലോങ് കൊണ്ടുപോയാൽ ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ നമുക്ക് അവരുടെ ആൻസൈറ്റിനും അവരുടെ ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർ തന്നെ മാനേജ് ചെയ്യും. അത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുട്ടികളിൽ ഞാൻ വളരെയധികം ഈ ചുരുങ്ങിയ സമയത്തിനുള്ള എനിക്ക് പറയാനുള്ളത്, നമ്മള് കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ കഴിവ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്ക്രീൻ ടൈം കൂടുതലാണ്. നമ്മൾ അവരിൽ എന്ത് ചെയ്യണ്ടെന്ന് നമ്മൾ അവരോട് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും കൂടെ നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഇപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ കലാപരമായ നമുക്ക് മ്യൂസിക് ഉണ്ട്, അതുപോലെ തന്നെ ഡാൻസ്, പിന്നെ ഡ്രോയിങ്, പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെയുള്ള കാര്യം, ചെസ്, ബാസ്കറ്റ്ബോൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മൾ ശരിക്കും അതിൽ നമ്മൾ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് കുട്ടികളുടെ മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം ഇംപ്രൂവ് ആവാനുള്ള വളരെ നല്ല കാര്യമാണ്. ഇതിലൂടെ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാല് ബേസിക്കലി ഈ കുട്ടികളെ ഫിസിക്കലി കൂടുതൽ ആക്റ്റീവ് ആവുക, അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുക, സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കോമ്പറ്റീഷൻ, നമ്മളൊരു ഇതിലെല്ലാം ആകുമ്പോൾ നമ്മൾ ജയിക്കും, അതുപോലെ നമുക്ക് പരാജയങ്ങളും ഉണ്ടാവും. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമം കിട്ടും, അപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, അപ്രീസിയേഷൻ എന്നുള്ളത് വളരെയധികം പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കുട്ടികളിൽ ഏറ്റവും പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ടാവുന്നതാണ് അപ്രീസിയേഷൻ. അത് അവരിലെ കൂടുതൽ റിസപ്റ്റീവും ഒരു നല്ല പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവുന്നതും കൂടുതൽ മുന്നോട്ട് പോകാനും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പൊ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് പാരന്റ്സിന്റെ അപ്രീസിയേഷൻ മാത്രമല്ല, നമ്മൾ ഒരു കുട്ടി നന്നായി ഡ്രോ ചെയ്യുവാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് കഴിവുള്ള ഏത് മേഖലയിലെങ്കിലും ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ, ഒരു വേദിയിലിരുന്ന് ഒരു കുട്ടിക്ക് സമ്മാനം കിട്ടുമ്പോൾ എൻഡോർഫിൻസ്, കുറേ നമ്മളെ ബ്രെയിനിലൊക്കെ കുറെ കെമിക്കൽസ് പുറത്തേക്ക് വരുവാണ്. അപ്പൊ ആ കുട്ടി എന്റെ പോസിറ്റിവിറ്റി, ആ കോൺഫിഡൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാണ്. ആ കുട്ടിക്ക് കൂടുതൽ മുന്നോട്ട് പോകാനും ഇതുപോലുള്ള അപ്രീസിയേഷൻ വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാവണം. പക്ഷെ ഇനീഷ്യൽ സ്റ്റെപ്സിൽ പാരന്റ്സ് സഹായിച്ചേ പറ്റൂ. പല പാരന്റ്സും അക്കാഡമിക്സ് മാത്രം മതി, അക്കാഡമിക്സിൽ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞ എക്സ്ട്രാ കരിക്കുലറിൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് സ്പോർട്സ് ആക്ടിവിറ്റി, അതുപോലെ മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ളത് വളരെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഈ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികളുടെ മാനസിക ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ആസ് എ പാരന്റ്സ് ഇന്ന് സമൂഹത്തില്, സ്കൂളില് പലതും ചെയ്യാൻ പറ്റും. ഇപ്പൊ വേറൊരു കാര്യം കൂടെ എനിക്ക് മുന്നോട്ട് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ഇന്ന് പല കുട്ടികളും മയക്കുമരുന്ന്, അതുപോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, അതിനൊക്കെ അഡിക്റ്റ് ആവുന്ന ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ, ഒരു തരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത് പാരന്റ്സിന്റെ കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം, അതുപോലെ കുട്ടിയെ നമ്മൾ പാരന്റ്സ് കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളുമായിട്ട് വളരെയധികം സംസാരിക്കുക, അവരിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടെങ്കിൽ അവരിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും നമ്മളൊരിക്കലും നമ്മളെ എക്സ്പീരിയൻസ് പറയരുത്, അവരെ ബോറടിപ്പിക്കരുത്, അങ്ങനെ ഒരു ചിന്തിക്കരുത്. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ, നമ്മൾ അനുഭവിച്ച രീതിയിൽ, നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് കുട്ടികളിൽ എത്തിക്കാനുള്ള ഒരു നല്ലൊരു വേദി ഈ ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലുണ്ട്. അപ്പൊ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ കുട്ടികളുമായിട്ട് സംവദിക്കുക എന്നുള്ളത്, അതും പോസിറ്റീവായിട്ട് ക്വാളിറ്റി, ഒരു പാരന്റെങ്കിലും
രണ്ട് പാരന്റ്സും ഫാമിലി എല്ലാവരുമായിട്ടാണെങ്കിൽ വളരെ പക്ഷെ ഒരു പാരന്റെങ്കിലും അരമണിക്കൂർ ഇന്ന് സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെ എന്തൊക്കെയാണ് നിന്റെ ഫീലിങ്സ്, എങ്ങനെയാണ് ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ്, ഇങ്ങനെ ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇന്നലെ അങ്ങനെ ചെയ്തത് ഇന്നതായിരുന്നു കാരണം, അതെങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ സോറി പറയാനും കൂടെ നമ്മൾ തയ്യാറാവണം. കുട്ടികളിൽ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമുക്ക് വളരെയധികം ഇമോഷണലി ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും കുട്ടികളെ അത് അറിയിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുട്ടികൾ അത് മണത്തറിയും, അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവില്ല. നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെ പറ്റി അവരറിയും. അവരിൽ നിന്ന് നമുക്ക് ചില സമയത്ത് നമ്മൾ കുട്ടികൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭാഗത്തു നിന്ന് നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് അവർക്കുള്ള ആവശ്യത്തിന് അവർ വരിക്കും, അമ്മയോട് ഇത് ഇപ്പൊ അമ്മ കുറച്ച് ബിസിയാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോ അത് അച്ഛനോട് പറയരുത്, അച്ഛൻ അത് സോൾവ് ചെയ്യട്ടെ, അച്ഛൻ്റെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓഫീസിലെ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മൾക്ക് നൈബേഴ്സ് എന്തുണ്ടെങ്കിലും അത് അവരുടേതായ രീതിയിൽ നമുക്ക് അവർ പറയുമ്പോൾ ഒരു കാര്യം, ഒന്ന് നമ്മളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. രണ്ട്, അവർക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധവും, അവർക്ക് നമ്മളിൽ ഉണ്ടായ എക്സ്പീരിയൻസ് അവർക്ക് ഫ്യൂച്ചറിൽ അമ്മയ്ക്കും അച്ഛനും അന്ന് ഇതുപോലെ ഉണ്ടായിരുന്നു, അപ്പൊ അവരിങ്ങനെയാണ് ഡീൽ ചെയ്തത്, അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള ഒരു എക്സ്പോഷർ അവർക്ക് ഉണ്ടാവും. പിന്നെ മൂന്നാമത്, നമ്മൾക്ക് അവരിൽ നിന്നും ചെറിയ രീതിയിലെങ്കിലും അവരുടേതായ രീതിയിൽ ഈവൻ സപ്പോർട്ട് പോലെ കിട്ടാം. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഏജിനനുസരിച്ചിട്ടാണ് എല്ലാ കുട്ടികളും. ഇപ്പൊ 4 വയസ്സായ ഒരു കുട്ടിയോട് നമ്മളെ പ്രോബ്ലംസ് പറയണമെന്നോ അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും എല്ലാ കുട്ടികളോടും പറയണമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ തന്മയത്വത്തോടെ അവരവരുടെ ഏജിനനുസരിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെയാണ് അമ്മയും അച്ഛനും അത് സോൾവ് ചെയ്തത്, ഇങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫാമിലി ടൈം, ഇങ്ങനെ കുട്ടികളുമായിട്ടുള്ള ഇടപെടുന്നതിൽ നമ്മൾക്ക് കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ സ്കൂളിംഗ് ആണ് മറ്റേത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ശരിക്കും പറഞ്ഞാൽ പാരന്റ്സ് ആണല്ലോ. കുട്ടികളും ഉണ്ട് ഈ ഗ്രൂപ്പിൽ, കുട്ടികൾ ഉണ്ടാവുമ്പോ ശരിക്കും പാരന്റ്സിനോട് നമ്മളിപ്പോ ഇത്രയും സംസാരിക്കുന്ന പോലെ കുട്ടികൾ പലപ്പോഴും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കുട്ടികളെ പാരന്റ്സിന് ചിലപ്പോ അവരെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പറ്റാറില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഒരു 18-19 ഇയേഴ്സിലാണ്. അപ്പോ ബേസിക്കലി ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോ എന്റെ പാരന്റ്സ് ശരിക്കും എന്താ പറയാ, എന്റെ അച്ഛൻ സ്കൂൾ ടീച്ചറാണ്, അമ്മ ഹൗസ് വൈഫാണ്. സോ അവർ ആ ഒരു നാട്ടിലെ പുറത്ത് അങ്ങനെ വളർന്ന ആൾക്കാരാണ്. പക്ഷെ എന്റെ കൂടെ മെഡിക്കൽ കോളേജിൽ വന്ന പലരും അച്ഛനും അമ്മയൊക്കെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഹൈലി പ്രൊഫഷണൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ പാരന്റ്സ് അവര് കാണാൻ വരും. ഇപ്പൊ ഞാനാണെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോഴാണ് എന്റെ അച്ഛനും അമ്മേനെയും കാണുന്നത്, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഈവൻ 97 ഒക്കെയാണ്. അപ്പൊ ഫോൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും അത്രയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പാരന്റ്സുമായിട്ട് മുൻപുള്ള അത്രയും കണക്ഷൻ നമുക്ക് സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഒരു 18-19 ഇയേഴ്സിൽ നമുക്കൊരു കമ്പാരിസൺ വരും. പക്ഷേ നമ്മളൊരു ഏജ് കഴിയുമ്പോഴാണ് നമുക്കറിയാം ഡിഫറെന്റ് ആൾക്കാർക്ക് ഡിഫറെന്റ് സാഹചര്യത്തിലാണ് നമുക്ക് കിട്ടുന്ന. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് എന്റെ പാരന്റ്സിന്റെ കുറെ അഡ്വാൻറ്റേജസ് പലർക്കും, എനിക്കുള്ള അഡ്വാൻറ്റേജസ് കുറെ അവർക്കില്ല. കുറെ പേര് ആ ഒരു രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യും. പക്ഷെ ആ ഒരു 18-19 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആ ഒരു ചിന്താഗതി ഇല്ലെന്നില്ല. അപ്പൊ ഓരോ ഏജിലും ഓരോ കുട്ടികളും ബെസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് their parents are best. പാരന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ലിമിറ്റേഷനിലായിരിക്കും. പക്ഷെ ഈ കുട്ടികൾക്ക് ഏറ്റവും അധികം ഈ കുട്ടികളെ പറ്റി ചിന്തിക്കുകയും ഈ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് അത് വേറൊരാളായിരിക്കില്ല, അവരെ പാരന്റ്സ് ആയിരിക്കാം. ചിലപ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷെ ആ പാരന്റ്സിനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം കുട്ടികള് എസ്പെഷ്യലി ഒരു ടീനേജ് ആവുമ്പോഴത്തേക്കും കുട്ടികളിൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അത് ചിലപ്പോ ആ കുട്ടികൾ ഇന്നത്തെ കാലത്തും എനിക്കറിയില്ല അത് അത്രയും ആ കുട്ടികൾക്ക് എത്രമാത്രം പാരന്റ്സിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി
കുട്ടികളാവുമ്പോഴേ നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ആ സമയത്ത് നമ്മളിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോൾ ഇന്നത്തെ പാരന്റ്സിന് കുറച്ചും കൂടി അത് പറ്റും. നമ്മൾ മറ്റുള്ളവരിൽ എന്തെല്ലാം പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, നമ്മളിലുള്ള ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, ഇത് പോസിറ്റീവ് എന്തൊക്കെയാണെന്നുള്ളത് പോലും ഡിസ്കസ് ചെയ്യാൻ പാരന്റ്സിന് കുട്ടികളോട് പറ്റുവാണെങ്കിൽ കുട്ടികൾക്ക് ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും അവരുടെ പാരന്റ്സിന്റെ ലിമിറ്റേഷനും അവര് ഈ ഡെസ്പൈറ്റ് ഓഫ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെ പാരന്റ്സിന് ലിസൺ ചെയ്യാനും അവർക്ക് കൗണ്ട് ദ ബ്ലെസ്സിങ്സ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരാനും ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനും ശ്രമിക്കും. അവിടെയും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 or 6 വയസ്സുള്ള ഒരു കുട്ടി മുഴുക്ക് തന്നെ നമ്മൾ പാരന്റ്സുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു 14, 15, 16, 17 ആകുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ കൂടി ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നമ്മളുമായിട്ട് ഇങ്ങോട്ട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 13 വയസ്സ് കഴിയുമ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം അവരിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പണ്ട് സപ്രസ് ചെയ്തു. 10ഉം 9ഉം വയസ്സാകുമ്പോൾ നമ്മൾ അവരെ സപ്രസ് ചെയ്തു. അപ്പോൾ അവർക്ക് പ്രതികരിക്കാനില്ല. പക്ഷെ 13 വയസ്സാകുമ്പോൾ അവർ സെൽഫ് ഐഡന്റിറ്റി വരികയും അവർ ആ ഒരു ഐഡന്റിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് എനിക്കറിയാം, അന്നേരം അറിയാം, ഇപ്പോൾ ഞാനിത് എനിക്ക് ശക്തമായി തിരിച്ചു പറയുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ വരുവാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷനും നമ്മളിലുള്ള കുറവുകൾ അതായത് സംസാരിക്കാനും തയ്യാറാവുന്ന ഒരു പാരന്റ്സ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇപ്പോ ക്ലൈംബ് ചെയ്ത് ജനലിന്റെ മേലെ കയറുമ്പോൾ ആ ഒരു ഇരുന്ന് നമ്മൾ സംസാരിക്കുന്ന അതേ ലാഘവത്തോടെ നമ്മൾ 10 വയസ്സും 12 വയസ്സാകുമ്പോൾ 13 വയസ്സാകുമ്പോഴും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടി പാരന്റ്സിനെ കേൾക്കുവോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു സംശയമില്ല, ആ കുട്ടി കേട്ടിരിക്കും. അപ്പോ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആ കുട്ടിയുടേത് പാരന്റ്സ് ആയി മാറും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടത്. അതേ സമയത്ത് നമ്മൾ ഡിസിപ്ലിൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടെന്നല്ല, അത് നമ്മൾ പ്രോപ്പർ വേയിൽ ചെയ്യുക എന്നുള്ളത് കുട്ടിക്കും കൂടെ തോന്നണം അത് ശരിയാണ് അത് കഴിഞ്ഞതിന് ശേഷം. അല്ലാണ്ട് ഒരിക്കലും ഒരു അടിച്ചമർത്തൽ ആവരുത് എന്നുള്ളതിലാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ കുട്ടികൾ ഒരു ലെസ് എക്സ്പീരിയൻസ്ഡ് അഡൾട്ട്സ് ആണെന്നുള്ളതും അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ വളരെ പ്ലാൻഡ് ആയും അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളാവുക. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു കുട്ടിയോട് പറയാണ് നമ്മൾ നീ അങ്ങനെയാണ്, നീ ശരിയല്ല, നിന്നെ കൊള്ളില്ല, പല പാരന്റ്സും പറയുന്നുണ്ടാവും. അപ്പൊ ആ കുട്ടി ചിന്തിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിലുള്ള ഹീറോയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരാണ്. അപ്പൊ ഒരിക്കലും ആ കുട്ടി ഒരു വിക്ടിം ആവുകയാണ്. ആ കുട്ടിക്ക് അതാണ് ഞാൻ എന്നുള്ളത് അങ്ങനെ അല്ലെങ്കിൽ കൂടി അങ്ങനെ ആവുകയും ആ ഒരു കുട്ടി ചിന്തിക്കുന്നത് കുട്ടി പിന്നീട് ആവുകയും ചെയ്യും. അപ്പൊ അത് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അപ്രീസിയേഷൻ ഇതൊക്കെ കൊടുക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാം. കുട്ടികളുടെ ഒരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവാനും നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ടാവാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, നമ്മളും പ്രാക്ടീസ് ചെയ്യുക കുട്ടികളെ. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ